ഹായ് ഹലോ വെൽക്കം ടു കേട്ട് ലെസൺസ്. ഇന്നൊരു ഹൊറിസോണ്ടൽ ബിയറിങ്ങിൻ്റെ 3D മോഡൽ സോൾവെക്സിൽ പാർട്ട് ഡിസൈനായിട്ട് ചെയ്യാം. സോൾവെക്സ് ഓപ്പൺ ചെയ്തു, ന്യൂയിൽ പാർട്ട് ഡിസൈൻ സെലക്ട് ചെയ്തു. ഓക്കെ, ടോപ്പ് ലൈനിലാണ് നമ്മൾ ഫസ്റ്റ് സ്കെച്ച് വരയ്ക്കുന്നത്. ടോപ്പ് ലൈൻ സെലക്ട് ചെയ്തു, സ്കെച്ച് റെക്റ്റാങ്കിൾസിൽ സെൻറ്റർ റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്തു. ഒറിജിൻ ബേസ് ചെയ്ത് സെൻറ്റർ റെക്റ്റാങ്കിൾ വരയ്ക്കുന്നു. ലൈൻസിൽ സെൻറ്റർ ലൈൻ എടുത്ത് ഒരു വെർട്ടിക്കലി ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുകയാണ്. ത്രൂ ഒറിജിൻ ഒരു സെൻറ്റർ ലൈൻ വരച്ചു. അതേപോലെ ഹൊറിസോണ്ടലായിട്ട് ഒരു സെൻറ്റർ ലൈൻ വരയ്ക്കുന്നു ത്രൂ ഒറിജിൻ. ഒരു സർക്കിള് ഈ ആദ്യം വരച്ച സെൻറ്റർ ലൈനിൻ്റെ മുകളിലായിട്ട് വരയ്ക്കുന്നു. ഇതിൻ്റെ ഡയമെൻഷൻസ് കൊടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ എടുത്തു. സൈഡ് ലൈൻ ഡയമെൻഷൻ എന്ന് പറയുന്നത് 330 mm ആണ്. അതുപോലെ മുകളിലെ ലൈനിൻ്റെ ഡയമെൻഷൻ 100 ആണ്. വീണ്ടും വരച്ച സർക്കിളിൻ്റെയും സൈഡ് ലൈനിൻ്റെയും തമ്മിലുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. 38 ആണ്, അത് മാർക്ക് ചെയ്തു. അതുപോലെ സർക്കിളിൻ്റെ ഡയമീറ്റർ സെറ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് 22 mm, 522. ഇതേ സർക്കിൾ ഓപ്പോസിറ്റ് സൈഡ് വരാൻ വേണ്ടിയിട്ട് മിറർ എൻറ്റിറ്റീസ് സെലക്ട് ചെയ്ത് സർക്കിൾ സെലക്ട് ചെയ്യുന്നു. മിറർ എബൌട്ട് എന്നുള്ളതിൽ ഹൊറിസോണ്ടലി വരച്ച സെൻറ്റർ ലൈൻ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കും. ഓക്കെ, സ്കെച്ച് 1 കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐസോമെട്രിക് വ്യൂവിലേക്ക് ഇട്ടു. ഫീച്ചേഴ്സ് ടാബിൽ എക്സ്ട്രൂഡഡ് ബോക്സ് സ്പേസ് സെലക്ട് ചെയ്തു. ഒരു ഹൈറ്റ് കൊടുക്കുകയാണ്. മുകളിലേക്കാണ് എക്സ്ട്രൂഡ് ചെയ്യുന്നത്. ഹൈറ്റ് വാല്യൂ എന്ന് പറയുന്നത് 32 mm ആണ്. ഓക്കെ, ഈ വരച്ച സോൾഡിൻ്റെ സൈഡ് ഫേസ് സെലക്ട് ചെയ്ത് സ്കെച്ച് സെലക്ട് ചെയ്യുന്നു. രണ്ടാമത്തെ സ്കെച്ച് ഇവിടെയാണ് വരയ്ക്കുന്നത്. നോർമലിലേക്ക് വെക്കാം. നോർമലിൽ വെച്ചു. ലൈൻസിൽ സെൻറ്റർ ലൈൻസ് ഉപയോഗിച്ചിട്ട് 3 ലൈൻസ് വരയ്ക്കുകയാണ്. ഒന്ന് ഒറിജിൻ്റെ വലതുഭാഗത്തായിട്ട് വരയ്ക്കുക. അടുത്ത 2 ഒറിജിൻ്റെ ഇടതുഭാഗത്തായിട്ട് വരയ്ക്കുക. അതെപ്പോഴും ശ്രദ്ധിക്കുക. മൂന്നാമത്തെ ലൈൻ സെൻറ്റർ ലൈനിന് പകരം ഒരു ലൈനായിട്ട് തന്നെയാണ് വരയ്ക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഡയമെൻഷൻസ് കൊടുക്കാം. സ്മാർട്ട് ഡയമെൻഷൻ കൊടുത്തു. ആദ്യത്തെ ലൈനിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 110 ആണ്, 110 mm ആണ്. ഈ ലൈനിന് ലെഫ്റ്റ് സൈഡുമായിട്ടുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുന്നു. ഫ്രം ദി ലെഫ്റ്റ് സൈഡ് ടു ദി ലൈൻ. നമുക്ക് തന്ന ഡയമെൻഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ കിട്ടും 38 + 152, ദാറ്റ് ഈസ് 190 ആണ് വരിക. 190-ലൊരു ഡയമെൻഷൻ മാർക്ക് ചെയ്തു. ഓക്കെ, ഇനി ഈ 2 ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് ആ ഡയമെൻഷൻ അവിടെ കൊടുക്കുന്നു. 95 mm. ഈ 2 ലൈൻസ് തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് 32 mm ആണ്. ആ വാല്യൂ കൂടെ കൊടുക്കുന്നു. ഓക്കെ, സ്മാർട്ട് ഡയമെൻഷൻ എടുത്തു. ഇവിടെ 2 സർക്കിൾസ് വരയ്ക്കാം. സർക്കിൾസിൻ്റെ ഡയമെൻഷൻ ഫസ്റ്റ് സർക്കിൾ 88 mm ഡയമീറ്റർ. സെക്കൻഡ് സർക്കിൾ 62 mm ഡയമീറ്റർ. ഓക്കെ, വീണ്ടും സ്മാർട്ട് ഡയമെൻഷൻ എടുത്തു. ഈ ലൈനിൻ്റെ ഹൈറ്റ് 135 എന്ന് സെറ്റ് ചെയ്തു. 135. നെക്സ്റ്റ് അടുത്ത ലൈനാണ്. അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 110 തന്നെയാണ്. നേരത്തെ മാർക്ക് ചെയ്ത 110 തന്നെയാണ് അതിൻ്റെയും ഹൈറ്റ്. ഓക്കെ, ഇനി ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു പോയിന്റിനെ സർക്കിളിലേക്ക് സ്ട്രൈറ്റായി കണക്ട് ചെയ്യാം. കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. അതുപോലെ ജസ്റ്റ് ഈ ഭാഗത്ത് നിന്ന് ഇതിൻ്റെ ക്വാഡ്രൻറ്റിൽ നിന്ന് താഴോട്ടേക്കും അതുപോലെ ഈ ഒരു
ബൗണ്ടറി ക്ലോസ് ചെയ്യുന്ന രീതിയിൽ വരയ്ക്കുക. ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച പോർഷൻ ട്രിം ചെയ്ത് കളയുക. ഓക്കെ, ഇനി ഇവിടെ ഒരു ഹോൾ വരയ്ക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു സർക്കിൾ മാർക്ക് ചെയ്തു. അതിൻ്റെ ഡയമീറ്റർ 28 mm ആണ്. എഗെയിൻ ഒരു എഡ്ജ് ഫില്ലറ്റ് ഉണ്ട്. ഫില്ലറ്റ് ടൂൾ സെലക്ട് ചെയ്തു. ഫില്ലറ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 25 mm ആണ്. അത് കൊടുത്തു. 2 ലൈൻസ് സെലക്ട് ചെയ്തു, ടിക്ക് ചെയ്തു. ഓക്കെ, സ്കെച്ച് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുന്നു. ഫീച്ചേഴ്സ് ടാബിൽ പുറകോട്ടേക്കാണ് എക്സ്ട്രൂഡ് ചെയ്യേണ്ടത്. എക്സ്ട്രൂഡഡ് ബോസ് ബേസ് സ്കെച്ചിൻ്റെ ഉള്ളിൽ സെലക്ട് ചെയ്യുക. ആദ്യം സർക്കിൾസിനെ അവോയ്ഡ് ചെയ്തുകൊണ്ട് എക്സ്ട്രൂഡ് ചെയ്യുന്നു. 24 mm. ഓക്കെ, എഗെയിൻ സെയിം സ്കെച്ച് വീണ്ടും ഓപ്പൺ ചെയ്യുക. അതിനു മുമ്പായിട്ട് ബോസ് എക്സ്ട്രൂഡ് മിറർ, ഇവിടെ പ്ലസ് ചിഹ്നം ഓപ്പൺ ചെയ്യുക. മിറർ ഫേസ് ടു പ്ലെയിൻ എന്നുള്ളതിൽ ഓപ്ഷനിൽ റൈറ്റ് പ്ലെയിൻ സെലക്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു സെയിം കോപ്പി 3D മിററായിട്ട് ഓപ്പോസിറ്റ് സൈഡിൽ വരും. അതിനുശേഷം വീണ്ടും സ്കെച്ച് സെലക്ട് ചെയ്തു, എക്സ്ട്രൂഡഡ് ബോസ് സ്പേസ് കൊടുത്തു. 2 സർക്കിൾസിൻ്റെ ഇൻ ബിറ്റ്വീനിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എക്സ്ട്രൂഡ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. മുൻഭാഗത്തേക്ക് 7 mm താഴെ ഡയറക്ഷൻ 2 ഓൺ ആക്കിയിട്ട് പുറകോട്ടേക്ക് 107 mm എക്സ്ട്രൂഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ 114 വരും. യെസ്, ഇനി 4 കോർണേഴ്സ് ഫില്ലറ്റ് ചെയ്യാനുണ്ട്. അതിനു വേണ്ടിയിട്ട് 3Dയിലെ ഫില്ലറ്റ് ടൂൾ സെലക്ട് ചെയ്യുന്നു. ഫില്ലറ്റ് റേഡിയസ് വാല്യൂ ടൈപ്പ് ചെയ്ത് കൊടുക്കാം, 15 mm. ഫില്ലറ്റ് ചെയ്യേണ്ട കോർണേഴ്സ് മാത്രമായിട്ട് സെലക്ട് ചെയ്യുന്നു. ഫസ്റ്റ് വൺ, സെക്കൻഡ് വൺ ജസ്റ്റ് ഒന്ന് ടേൺ അറൗണ്ട് ചെയ്യുക. തേർഡ് വൺ, ഫോർത്ത് വൺ ആൻഡ് ടിക്ക്. സോ നമ്മുടെ 3D മോഡൽ ഫിനിഷ് ആയിട്ടുണ്ട്. താങ്ക് യു.